ദിവസങ്ങളായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന PSC കോഴ ആരോപണത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. പാർട്ടി തഴഞ്ഞതോടെ പോരാട്ടം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ പ്രമോദ് കോട്ടൂളി. സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുക വഴി ജില്ലാ നേതാക്കൾക്ക് പരോക്ഷ മറുപടി നൽകാനും പ്രമോദ് ലക്ഷ്യം വെക്കുകയാണ്. എന്നാൽ കോഴയ്ക്കപ്പുറം കോഴിക്കോട്ടെ പാർട്ടിക്കകത്തെ വിഭാഗീയതയാണിപ്പോൾ മറനീക്കി പുറത്തുവരുന്നത്. രണ്ടുവരി വാർത്താക്കുറിപ്പ്. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ KV പ്രമോദ് പാർട്ടിക്ക് പുറത്ത്. പിന്നാലെ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തുന്ന പ്രമോദ് കോട്ടൂളി. കോഴിക്കോട്ടെ പാർട്ടിയിൽ മുമ്പ് കാണാത്ത സംഭവവികാസങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ സാക്ഷിയായത്. കോഴയാരോപണം നേരിട്ട പ്രമോദ് ഉയർത്തുന്ന വാദങ്ങൾ പ്രസക്തമാണ്. പ്രമോദ് പണം കൈപ്പറ്റിയെങ്കിൽ എവിടെ നിന്ന്, ആരോട്, ആർക്കു വേണ്ടി? അതിന് പാർട്ടിക്ക് തെളിവുകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ബാധ്യത പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ അതുപോലെ തുടരുന്നു. ഞാൻ 22 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? തെളിവ് തരണം. അതായത് എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ്? ജില്ലാ നേതൃത്വവും കീഴ്ഘടകങ്ങളും പ്രമോദിനെ കൈവിട്ടപ്പോൾ പാർട്ടി കൺട്രോൾ കമ്മീഷനും സംസ്ഥാന സെക്രട്ടറിക്കും കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് പ്രമോദ്. PSC അംഗത്തിന് കോഴ, പ്രമോദ് കോട്ടൂളിക്ക് 22 ലക്ഷം രൂപ കോഴ കൊടുത്തു എന്നല്ലേ വാർത്ത? ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളുടെ അയാൾ പറയുന്നു പൈസ ഞാൻ കൊടുത്തിട്ടില്ല. പാർട്ടിക്കൊരു സംഘടനാ രീതിയുണ്ട്, കൺട്രോൾ കമ്മീഷനുണ്ട്. ആ കൺട്രോൾ കമ്മീഷനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും ഈ പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണം വെച്ചിട്ട് ഞാൻ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുക്കും. സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തും. വിഭാഗീയത അതിരുവിട്ട കോഴിക്കോട്ടെ സംഘടനയ്ക്ക് അകത്ത് ആരെയും പേരെടുത്തു വിമർശിക്കാൻ പ്രമോദ് കോട്ടൂളി ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ ചർച്ചകൾ മുഴുവൻ റിയാസ് പക്ഷത്തെയും കരീം പക്ഷത്തെയും ഉയർത്തി കാണിച്ചാണ്. മുതിർന്ന നേതാക്കൾക്കൊപ്പം നിലകൊണ്ട പ്രമോദിനെ ഉന്നം വെച്ചതുപോലും എതിർപക്ഷത്തിന്റെ സംഘടന പിടിക്കാനുള്ള നീക്കമെന്ന് വിലയിരുത്തുന്നവരും വിരളമല്ല. അതേസമയം ആരോപണങ്ങളിൽ ഗൂഢാലോചന നടന്നുവെന്ന പ്രമോദിന്റെ പരാതി അന്വേഷണത്തിലേക്ക് നീങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നും ഇരുവിഭാഗവും കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമോദ് ഉയർത്തിയ ചോദ്യങ്ങൾക്കെല്ലാം നേതാക്കളുടെ ഉത്തരം മൗനമാണ്. എന്നാൽ വിദഗ്ധ നിയമോപദേശം തേടിയ ശേഷം പോലീസിലുൾപ്പെടെ പരാതി എന്നതാണ് പ്രമോദിന്റെ നീക്കം. സംഘടനയ്ക്ക് അകത്തുനിന്ന് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളും പിന്തുണയും ഇക്കാര്യത്തിൽ എല്ലാം പ്രമോദിന് കിട്ടുന്നുമുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.